അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനുകളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ഖൈറും ബറക്കത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് മറ്റൊരാളുടെ കുറ്റവും കുറവും ചികഞ്ഞന്വേഷിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമായ ഒരു കാര്യമല്ല. അതൊരു മോശമായ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ആരെങ്കിലും മറ്റുള്ളവരുടെ ന്യൂനതകൾ അന്വേഷിച്ചുകൊണ്ട് നടന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ന്യൂനതകളും സമൂഹ മധ്യത്തിൽ വെളിവാക്കും. ഏതുവരെ? അവൻ അവന്റെ വീടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നാൾ വരെ സമൂഹ മധ്യത്തിൽ അവനെ വഷളാക്കുന്നതാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു എഴുത്തു കൊടുക്കുന്ന രംഗമുണ്ട്. മുനാഫിക്കീങ്ങളായ ആളുകളുടെ എഴുത്താണ് അത്. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ മഹാനവറുകൾ ചോദിക്കുകയാണ്, അതൊന്ന് എനിക്ക് തരുമോ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അതിന് സമ്മതം നൽകിയില്ല. എന്നാൽ നിങ്ങളതൊന്ന് ഉയർത്തി കാണിച്ചു തരുമോ? ഞാനതൊന്ന് നോക്കട്ടെ. അതിനും സമ്മതം കൊടുത്തില്ല. എന്നാൽ നിങ്ങൾ വായിച്ച് എന്റെ പേരിൽ അതിൽ ഉണ്ടോ എന്നൊന്ന് നിങ്ങൾ അന്വേഷിക്കുമോ? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കടലാസ് നോക്കുകയും അതിൽ ഉമർ റളിയല്ലാഹുവിന്റെ പേര് ഇല്ല എന്ന് മനസ്സിലാക്കി ഉമർ റളിയല്ലാഹുവിനോട് ആ കാര്യം ബോധിപ്പിച്ചപ്പോൾ മഹാനായ ഉമർ റളിയല്ലാഹു പറഞ്ഞു, എന്നാൽ എനിക്ക് അത് വായിക്കുകയോ കാണുകയോ വേണ്ട, അതിൽ ആരൊക്കെയാണ് ഉള്ളത് എന്ന് എനിക്കറിയുകയും വേണ്ട എന്ന് പറഞ്ഞുവെങ്കിൽ അതാണ് ഒരു വിശ്വാസിയായ മനുഷ്യന്റെ ഏറ്റവും നല്ല സ്വഭാവം. മറ്റുള്ളവരെ കുറിച്ചുള്ള കുത്തുവാക്കുകളോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ചുള്ള ന്യൂനതകളോ ചികഞ്ഞന്വേഷിക്കാതെ സ്വന്തമായ നിലക്ക് ഒരു വ്യക്തിത്വമുണ്ടായി ജീവിക്കലാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു തആല അങ്ങനെ ജീവിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.